ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റസിയാസ് കേക്ക് ആർട്ട്. ഇന്ന് ഞാൻ ആൽക്കഹോളൊന്നും യൂസ് ചെയ്യാണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ആൽക്കഹോളൊന്നും യൂസ് ചെയ്യാണ്ട് അടിപൊളി പ്ലം കേക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, പക്ക പെർഫെക്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ 1/4 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്, 3/4 കപ്പ് ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ നോർമൽ ഷുഗർ എടുക്കാവുന്നതാണ്. അതിലേക്ക് ഞാനൊരു 1/2 കപ്പോളം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോൾട്ടഡ് അല്ല, സോൾട്ടഡ് ആണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈദയിൽ സോൾട്ട് ഒഴിവാക്കിയാൽ മതി. ഇനി അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം, നോർമൽ വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കുറുകുന്ന പരുവമാകുന്ന വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ആക്കുക. അപ്പോഴേക്കും ഇത് ഒന്ന് നന്നായി കുറുകി വരും കേട്ടോ. അപ്പോൾ നന്നായി ഈ ഫ്രൂട്ട്സ് ഈ വെള്ളത്തിൽ കിടന്നിട്ടൊന്ന് കുക്കായിരിക്കണം. കുക്കായതിന് ശേഷം നമുക്ക് ഈ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്തിട്ട് ഇതൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത് നന്നായി ചൂടാറുന്നത് വരെ നമുക്കത് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിത് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ നട്ട്മഗ്, 1/2 ടീസ്പൂൺ സിനമൺ പൗഡർ, പിന്നെ കുറച്ച് സോൾട്ട് അതും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് തന്നെ പറയും, ഒരു ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും മിക്സ് ചെയ്തിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അവിടെ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് 2 എഗ്ഗിൻ്റെ ആവശ്യമുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു എഗ്ഗ് ആയതുകൊണ്ട് ഞാൻ 2 എഗ്ഗ് എടുത്തിട്ടുള്ളൂ. ചെറിയ എഗ്ഗാണെന്നുണ്ടെങ്കിൽ 3 എഗ്ഗ് എടുക്കണം കേട്ടോ. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഇതുപോലെ വാനില എസൻസ് ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് നന്നായി ചൂടാറിയിട്ടുണ്ടാവണം. ചൂടോടുകൂടി ഈ ഒരു എഗ്ഗ് ആഡ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നന്നായി ചൂടാറിയിട്ടുള്ള ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സിലേക്ക് ഈ എഗ്ഗ് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി ഒന്നതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൈദയുടെ അളവിനേക്കാൾ കൂടുതലായിരിക്കണം. അത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എഗ്ഗൊക്കെ ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളിതിൽ കാരമൽ സിറപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇല്ലെങ്കിലും നല്ലൊരു കളറ് കിട്ടാനും ഒരു പ്രത്യേക ഡാർക്ക് കളറ് കിട്ടും നമ്മൾ കുറച്ചൊരു കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുത്താൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കൊക്കോ പൗഡർ ആഡ് ചെയ്തതുകൊണ്ട് ആ ഒരു കൊക്കോയുടെ ടേസ്റ്റോ അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റോ ഒന്നും വരില്ല. കാരണം നമ്മൾ ഒരു 1/2 ടീസ്പൂൺ അതിനേക്കാൾ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഇവിടെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ടിന്നിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ടിന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾ 6 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് ഇത്തിരി ഹൈറ്റുള്ള ഒരു പ്ലം കേക്ക് കിട്ടും, അല്ലെങ്കിൽ 5 ഇഞ്ചിൻ്റെ ആണെങ്കിലും. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അധികം ഹൈറ്റ് ഇല്ലാത്ത ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു പ്ലം കേക്ക് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ബേക്ക് ചെയ്യാൻ വയ്ക്കുകയാണ്. 160 ഡിഗ്രിയിൽ ഒരു 40 മിനിറ്റാണ് കേട്ടോ ബേക്ക് ചെയ്യാൻ വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ 40 മിനിറ്റ് കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു 7 ഇഞ്ചിൻ്റെ പാൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു 6 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ 5 ഇഞ്ചിൻ്റെ പാൻ ആണെങ്കിൽ കുറച്ചും കൂടി ടൈം എടുക്കും ബേക്ക് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ പ്ലം കേക്ക് ബേക്ക് ചെയ്തിട്ട് നല്ലോണം ക്ലിങ് റാപ്പൊക്കെ ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സെയിം ഡേ കട്ട് ചെയ്യാതെ നെക്സ്റ്റ് ഡേ കട്ട് ചെയ്യായിരിക്കും നല്ലത്. പ്ലം കേക്കിൻ്റെ ടെക്സ്ചറൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ നമുക്ക് നെക്സ്റ്റ് ഡേ കട്ട് ചെയ്യായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഞാനിതിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് കട്ട് ചെയ്യുന്നത്. 5 ഇഞ്ചിൻ്റെ പാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ 6 ഇഞ്ചിൻ്റെ പാനാണ് ഇത് ബേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്ലം കേക്കിന് കുറച്ചുകൂടി ഹൈറ്റ് കൂടി നമ്മളൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു പ്ലം കേക്ക് നട്ട്മഗും അതുപോലെ സിനമൺ പൗഡറൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇത് കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബേക്കായി കഴിഞ്ഞാൽ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്ലം കേക്കിൻ്റെ ടെക്സ്ചർ കണ്ടില്ലേ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പ്ലം കേക്ക് ചെയ്തിട്ട് 2 അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റും കൂടുക. അതുപോലെ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ടെക്സ്ചറും ഉണ്ടല്ലോ, അതും നമുക്ക് നന്നായിട്ട് കിട്ടുക. സെയിം ഡേ കട്ട് ചെയ്യാണ്ട് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഡേറ്റിലൊക്കെ കട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ആൽക്കഹോളൊന്നും യൂസ് ചെയ്യാതെ പെർഫെക്റ്റായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റാത്ത ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റുള്ള, ഭയങ്കര സ്മെൽ. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, പക്ക പെർഫെക്റ്റാണ്.
ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തിട്ടുള്ള പ്ലം കേക്കിൻ്റെതും അതുപോലെ ഇതുപോലെ ബോയിൽഡ് പ്ലം കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലും അതിന് മുന്നൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്തിട്ട് ഒരുപാട് നല്ല ഫീഡ്ബാക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യണ പ്ലം കേക്കിന് ടേസ്റ്റിന് യാതൊരു ഡിഫറൻസും വന്നിട്ടില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് ആൽക്കഹോൾ ഇല്ലെങ്കിലും ഒറിജിനൽ പ്ലം കേക്കിൻ്റെ ആ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ.